ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടുതലും പിള്ളേരൊക്കെ എടുത്തേക്കുന്നതൊക്കെയാണ് കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഇന്നലെ വൈകിട്ട് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നതാണേ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലൊക്കെ എപ്പോഴും ചിക്കൻ ഇച്ചിരി മേടിച്ച് വെച്ചേക്കും. കാര്യം എന്നാന്ന് വെച്ചാൽ എപ്പോഴും ഈ അച്ഛന് കറിയൊക്കെ വെക്കാൻ അറിയുന്നാലും അങ്ങനെ അങ്ങോട്ട് വലിയ വശമൊന്നുമില്ല. തന്നെയല്ല, അവൾക്ക് എക്സാമൊക്കെ അടുത്തു. അവളെ ഒരുപാട് നേരിട്ട് പണിയിപ്പിക്കാനൊന്നും പറ്റത്തില്ല അടുക്കളയിട്ട്. അതുകൊണ്ട് ചിക്കൻ രാവിലെ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ റെഡിയാക്കി തരാം, എന്നൊന്ന് എല്ലാം ഒന്ന് എടുത്ത് തരാനൊക്കെ കൂടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് പീസാക്കി നിന്നപ്പം കട അടയ്ക്കാൻ സമയമായതുകൊണ്ട് അവർ പെട്ടെന്ന് ഇങ്ങനെ കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു പീസാക്കിക്കോളും, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അവൾക്ക് പീസാക്കാൻ അറിയാം, പക്ഷേ എന്നാലും അങ്ങോട്ട് ഞാൻ ചെയ്യുന്ന അത്രയും അങ്ങോട്ടൊരു വശമില്ല അവൾക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ കിടന്ന് ചെയ്യേണ്ട, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ചിക്കനൊക്കെ പീസാക്കി കുറച്ചും കറി വെക്കാം, ബാക്കി അങ്ങ് വറക്കാനായിട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ അത് മതി. നാളത്തേക്ക് അന്നേരം 2 ദിവസത്തേക്കുള്ള ഇതാകും. അപ്പം അങ്ങനെ കറിയെല്ലാം റെഡിയായി. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടന് വെളുപ്പിന് ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി വെളുപ്പിനെയാണ് ഞങ്ങൾ എണീറ്റേക്കുന്നത്. ഒരു 5:30 ആയപ്പോൾ എണീറ്റ കേട്ടോ. അന്നേരം പിന്നെ രാവിലെ തന്നെ ദോശയൊക്കെ ഉണ്ടാക്കി ചേട്ടന് 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകണമായിരുന്നു. അങ്ങനെ ചേട്ടന് കഴിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ അച്ചു ബാക്കിയെല്ലാം ചെയ്തോളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കഴിക്കാനുള്ളതൊക്കെ രാവിലെ എടുത്ത് റെഡിയാക്കി. പിന്നെ ഇവർക്ക് രണ്ടുപേർക്ക് ഇന്ന് അവധി ആയതുകൊണ്ട് അത്രയും അങ്ങോട്ടൊരു സമാധാനമുണ്ട്. അപ്പം അങ്ങനെ കറിയെല്ലാം വെച്ച് വെക്കാമെങ്കിൽ ഉച്ചക്കത്തേനും കൂടി എടുക്കാമല്ലോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി എല്ലാം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ചുവാണ് പിന്നെ കണ്ണന് എണീറ്റ് വന്നപ്പോഴത്തേക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ദോശ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ കുറച്ച് ദോശ ഉണ്ടാക്കി ചേട്ടന് കഴിക്കാൻ തുടങ്ങി കൊടുത്തിട്ട് ഞാനിങ്ങനെ, കാര്യം ചേട്ടന് ഈ ഞാൻ ചെയ്ത് കൊടുക്കുന്നതേ ഒരു തൃപ്തിയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും എന്ത് പറയും, അത് ശരിയായാലും ഇത് ശരിയല്ലെന്നുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നതാടാ ഇതെന്നെ, നീ കസാരയെല്ലാം തല്ലി പൊട്ടിക്കുവാണോ? ഞാൻ രാവിലെ കാപ്പൂടിയൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഓ, അവൻ്റെ മുടി വെട്ടിയതിന് അവന് ഒരു കുളവും ഇല്ല. നല്ല ഇതായിട്ട് ഞാൻ മുടി വെട്ടിയേക്കുന്നത്. കഴിക്കാനുണ്ടാക്കിയോടി, എന്നാ അവനുള്ളത് കൊടുക്ക്. ആവശ്യമുള്ളത് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ബാക്കി മാവ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേരെ. എനിക്ക് വയ്യാതായപ്പോഴത്തേക്ക് എല്ലാവർക്കും ഓരോന്നും ചെയ്യാനറിയാം. ഇത് കഴിഞ്ഞിട്ട് കണ്ണൻ്റെ യൂണിഫോം കഴുകിയിടണം കേട്ടോ. SPCയുടെ എല്ലാം കൂടെ കഴുകിയിടാം, അല്ലെ പിന്നെ രാത്രി കഴുകാൻ നിൽക്കില്ല. നിനക്കറിയാം, പക്ഷെ നീ അവിടെ ഇവിടെ മാറി മാറി നടക്കും എത്രയോ പ്രാവശ്യം. ആ, മിടുക്കൻ. ഇത് കണ്ടോ, ഞാനിവിടെ കാല് വയ്യാതെ ബാബുസൻ എന്നോട് ഫുഡൊക്കെ കഴിച്ചേച്ച് ഗുളികയും കഴിച്ചേച്ച് കിടന്നു എന്ന് പറഞ്ഞേച്ച് പോയതാണ്. ഈ സ്ഥലമില്ലാത്തത് എൻ്റെ കാല് സ്ഥലമില്ലാത്തടത്ത് വന്ന് ഇവൻ കിടക്കുന്നത്. അവള് ഇപ്പുറത്ത് വന്ന് വേണ്ട, അവളും കിടപ്പുണ്ട് കണ്ടോ, പാത്ത് കിടക്കുക. ഗുളിക കഴിച്ചേച്ച് കിടന്നു, നീ എണീക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോയത്. ബാസന് ഓട്ടം ഉണ്ട്, ബാസന് നേരം ഓട്ടം പോയി. അങ്ങനെ 2 എണ്ണത്തിനോട് പറഞ്ഞു അമ്മയെ നോക്കിക്കോണമെന്ന് പറഞ്ഞു. അമ്മേനെ നോക്കുന്നതുണ്ടോ, അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് വന്ന് കിടന്ന് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ തള്ളി. ആളെ എങ്ങനെയാണോ നോക്കുന്നത് നീ, എനിക്കറിയാം. ഗുളിക കഴിച്ചിട്ട് ഇന്നലെ പക്ഷെ ഗുളിയൊന്നും തന്നില്ല. അത് കഴിഞ്ഞ ദിവസം എൻ്റെ കൈയുടെ വേദനയുടെ ഗുളിക കൊടുത്തപ്പോൾ ഡോക്ടറിന് അത് തന്നെ കഴിച്ചാൽ മതി, വേറെ ഗുളിക കഴിക്കണ്ടെന്ന് പറഞ്ഞ്. അതുകൊണ്ട് പിന്നെ ഗുളിയൊന്നുമില്ല. ഒരുപാട് ഇങ്ങനെ ഉപദ്രവിക്കാതെ കണ്ണ കേട്ടോ. തോണ്ടി 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 ഞാൻ പിച്ചി പറിക്കേ വയ്യുള്ളൂ. ഓ കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ തോണ്ടിയിടക്കെ. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി അവിടെ ഇന്ന് വല്ല പഠിക്ക് എന്ന് പറഞ്ഞ് കേൾക്കത്തില്ല എന്നെ. ഇങ്ങനെ തോണ്ടി. ഇപ്പോൾ രാവിലെ കുറച്ചേരം അടുക്കളയിൽ നിന്നപ്പോഴത്തേക്ക് അച്ചു ഉണ്ടായിരുന്നു കൂടെ, ഇല്ല അതിനും ബാബുസനും അച്ചു. പക്ഷെ കുറച്ചൊക്കെ നമ്മൾ പിന്നെ കാണാൻ തിന്ന് സഹായിച്ചു കാണാൻ. നമ്മളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാലേ ശരിയാവുള്ളൂ. അടുക്കള കറിയൊക്കെ വെക്കുമ്പോൾ എൻ്റെ പൊന്നു കണ്ണ, എൻ്റെ കാല് നീക്കാൻ പറ്റത്തില്ല. കാലിന് വെയിറ്റാ സാധനം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ കുറച്ച് നിന്ന് കഴിയുമ്പോഴത്തേക്ക് എനിക്കങ്ങ് കാലിന് ചെറിയൊരു വേദന പോലെ വന്നേ. അത് കഴിയുമ്പോഴത്തേക്ക് ബാത്റൂം വന്ന് പോയി കിടന്നു, ഇനി എണീക്കേണ്ട. ചോറൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇവർക്ക് ചിക്കൻ മതി. ഇവിടെ എന്നേലുമൊക്കെ ഒരു വയ്യഴി വന്നു കഴിയുമ്പോൾ
ചിക്കൻ മേടിച്ച് കറി വെക്കും. അതാകുമ്പോൾ പിന്നെ കണ്ണന് വെച്ചതിനും വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണം. വൈകിട്ട് ഇനി ചപ്പാത്തി കവറി ചപ്പാത്തി മേടിച്ചിട്ടുണ്ട്, പിന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ എന്നായിരുന്നടാ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ കുറച്ച് ഇതൊക്കെ എടുത്തോളായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറേ പേരുടെ കാര്യങ്ങളൊക്കെ പറയും. കുറച്ച് ഇന്ന് പാചകം കുറവായിരിക്കും, പാചകമായിരിക്കും കേട്ടോ കൂടുതലും. ഇച്ചിരി കഴിഞ്ഞ് ഈ പിള്ളേർ ഭയങ്കര ശല്യം, വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. ഇതുപോലെ അലമ്പ് പിടിച്ചത് നീക്കണ്ടല്ലോ, നല്ല പിച്ച് വെച്ച് ഇവർക്കറിയാം എനിക്ക് ഇവരെ പുറകെ ഓടാൻ പറ്റത്തില്ലെന്ന്. പുറകെ ഓടാനായിട്ട് പറ്റത്തില്ലെന്നല്ല, അതാ വന്ന് കിടന്ന് ഇങ്ങനെ കാണിക്കുന്നത്. എടുക്കാം, പിന്നെ എടുക്കാം വീഡിയോ. ഇപ്പം എടുത്ത സമ്മതിക്കല്ല, ഡബിളേയും തോണ്ടി ഇവൻ എവിടെ കിടന്ന് ഏറ്റവും വലിയ അലമ്പ്. അപ്പം പിന്നെ ഇനി വീഡിയോ വരാം. ഓടാ, രോഗിയായ എന്നെ കാണാൻ ദീപാച്ച്. എനിക്ക് സ്കൂട്ടർ ഹോൺ അടിക്കുന്നത് കേട്ടപ്പോഴേ തോന്നി നീ ആയിരിക്കും ഇത്. തന്നെയുള്ള നന്ദനില്ലേ, ഉണ്ടോ? ആണോ? ഒന്ന് പറയട്ടെ നല്ല. ഞാനാ വെളിയിലോട്ടൊന്ന് ഇറങ്ങിയത്. സ്റ്റൈലായിട്ട് വന്നിരിക്കുന്നേ. ഇനി വന്നേ, നിന്റെ പെണ്ണിനായിട്ട് അടുക്കളയിട്ട് പണിയിപ്പിക്കുവാടാ ഈ കണ്ണൻ. അച്ഛൻ്റെ അടുത്ത് പോണോ? ചെറുക്കൊരു കാര്യത്തിനാ പെണ്ണിനെ സഹായിക്കുന്നേ. ഇത് വരട്ടേര്, അവക്കൊന്നാമത് ലേറ്റ് ആയിട്ടിരിക്കുക വയ്യ. കണ്ടോ പോയത്? അതെ ഇരിക്കും. എടാ നന്ദേട്ടാ, നിന്റെ ഭാര്യനെ ഇട്ട് ഇതാരാ? അച്ചു ചേച്ചി ആരാ മോന്റെ? ഓ പുരോഗമന അംഗൻവാടി പോയി പുതിയ പെൺപിള്ളേരെ വളച്ചു കാണോ? അതാ നിനക്കത്. നന്ദു നന്ദു ചക്കി അച്ഛൻ്റെ ടൈപ്പ് എന്നതാ? നന്ദേട്ടോ, നന്ദോ, നന്ദേട്ടോ, ഇത് കണ്ടോ? ഇത് കണ്ടോ? ജീനാമ്മയുടെ കാലൊക്കെ ഇങ്ങോട്ട് നോക്ക്. ഇത് കണ്ടോ? നോക്കിയോ, തൊട്ട് നോക്കിയേ. അതെ, തൊട്ട് നോക്കിയേ. പലകയുണ്ട്. എന്നാ ഇത് നോക്കുന്നേ? കൊച്ചിനെ എടുത്ത് കാണിച്ചായിരിക്കും അല്ലേ? പൊടി എടുത്ത വേണോ? അച്ചു ഞാനിവിടെ റൂമിൽ കിടക്കുന്നത് ജനലും ഒക്കെ തുറന്നിട്ട് നല്ല വെട്ടവും വിളിച്ച് കയറുന്നത്. അത് പാവോട്ട് കേട്ടോ, അത് പോയിരുന്ന എനിക്ക് ആഹാരമൊക്കെ തന്നിച്ചിരുന്ന് പഠിക്കുക. ഈ ചെറുക്കൻ എന്നെ ഇങ്ങനെ ഇതുപോലെ അലമ്പുണ്ടാക്കുന്നത്. അപ്പം ദീപാച്ചൊക്കെ വന്നിച്ച് പോയി. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പതിയെ തിണ്ണയിലോട്ടൊന്ന് ഇറങ്ങി നോക്കിയിട്ട് എന്നോട് ഇങ്ങോട്ടൊന്ന് ഇറങ്ങരുതെന്നാണ് ചേട്ടൻ പറഞ്ഞേക്കുന്നത്. സ്റ്റെപ്പ് ശലം പോലും ഇറങ്ങരുത് നടക്കാണ്ട് ഞാൻ അവിടെ തിന്നെ നിന്നതേ ഉള്ളൂ. നമുക്കൊക്കെ വയ്യാതെ കഴിയുമ്പോണ്ടല്ലോ ഈ ചെടിയും പച്ചക്കറിയും അതൊരു ഭയങ്കര വിഷമമാണ്. അതിനൊന്നും ഇച്ചിരി വെള്ളം ഒഴിക്കാനോ, ഇവരാരും ഒഴിച്ചാലൊന്നും കറക്റ്റായിട്ട് വെള്ളം ഒഴിക്കലോ അല്ലെങ്കിൽ വളമിടേണ്ട സമയത്തൊക്കെ 2 ആഴ്ച എടുക്കും. വളമിടാറായായിരുന്നു ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ. ആ ഒരു വിഷമം എല്ലാം ഉണ്ട് കേട്ടോ. ഞാനത് ഇറങ്ങി നിന്ന് കണ്ടതിന് ശേഷം അകത്തോട്ട് കയറും. അപ്പോൾ അച്ചു എൻ്റെ കയ്യെ പിടിച്ച് എന്നെ അകത്തോട്ട് കൊണ്ടുപോകുവാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞവരുടെ പേരെല്ലാം തെറ്റിച്ചായിരുന്നു പറഞ്ഞത്. അപ്പോൾ ആ പേരൊക്കെ ഞാനൊന്ന് കറക്റ്റായിട്ട് പറയാൻ വേണ്ടി കൂടെ വന്ന കേട്ടോ. വേറൊന്നും അല്ലായിരുന്നു, നമ്മുടെ രഞ്ജിനി തിരുവനന്തപുരം എന്നൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ട്. തിരുവനന്തപുരം അല്ലായിരുന്നു, എറണാകുളം ആയിരുന്നു. ഹസ്ബൻഡ് പാലക്കാട്. അപ്പോൾ അവർ ലവ് മാരേജ് ആയിരുന്നു. ഫാമിലി എന്നുള്ളവരും സപ്പോർട്ടില്ല രഞ്ജിനിയുടെ വീട്ടിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് വിഷമമൊക്കെ തോന്നി കേട്ടോ. കാര്യം ലവ് മാരേജിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല കേട്ടോ. നല്ലതാണെങ്കിൽ അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതിയാൽ പോരെ. അത് ജീവിക്കുന്നവരുടെ സന്തോഷമല്ലേ നോക്കേണ്ടത്, അല്ലാതെ അപ്പനും അമ്മയും എൻ്റെ മക്കളുടെ ഇത് തെറ്റാണെങ്കിൽ അവർ തിരുത്തുന്നതിൽ തെറ്റില്ല. പക്ഷേങ്കിൽ നല്ലതായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ അവർ ജീവിക്കട്ടെ എന്നേ ഉള്ളൂ. എന്നും കേട്ടുകൊണ്ട് എന്നെ എല്ലാവരും കൂടെ പൊങ്കാലിടാൻ വരല്ലേ. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് കേട്ടോ. കാര്യം ഇഷ്ടപ്പെട്ടവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നു, അതല്ലേ ഏറ്റവും വലിയ നല്ലത്. അല്ലാതെ ഒരാളെ കെട്ടിയാൽ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരത്തില്ലേ. അതിനേക്കാൾ നല്ലത് ഇഷ്ടപ്പെട്ട ആളോട് ജീവിക്കുന്നതല്ലേ നല്ലത്. അപ്പം പിന്നെ നമ്മുടെ ശ്രീലത
മനോജ്, ഞാൻ ശ്രീലത മോഹൻ എന്നൊക്കെ പറയും, കയ്യിലൊക്കെ എഴുതി വെച്ചേക്കും കേട്ടോ, പേര് മറന്നു പോയിരിക്കാണ്ട്. ശ്രീലത മോഹൻ ഞാൻ പറഞ്ഞായിരുന്നു. ശ്രീലത മനോജ് നമ്മുടെ മലയാളപ്പുഴയുള്ള ആളാണ്. എനിക്ക് ആ പേരും ഇതെല്ലാം മനസ്സിലുണ്ട്, പക്ഷെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് തെറ്റിപ്പോയെന്നേ. ഇവിടെ 2 പിള്ളേർ പഠിക്കാൻ പോകുന്നതാണ് കേട്ടോ. ഒരൊറ്റ പേനയോ പെൻസിലോ ഈ വീട്ടിൽ നോക്കിയാൽ കിട്ടത്തില്ല. അവർ പോകുമ്പം കാണാൻ മേലെ പേനയ്ക്ക് ഓടി നടക്കും. ദിവസവും പേന വേണ്ടിയില്ല. ഒരു അത്യാവശ്യം ഒരു പേന തരാമെന്ന് വെച്ചാൽ അവരുടെ കയ്യിലില്ല. ശ്രീലത മനോജിൻ്റെ ബീന മനോജ് അങ്ങനെയൊക്കെ തെറ്റിച്ചെന്ന് പറയാം. പിന്നെ നമ്മുടെ ബീന മോഹൻ തിരുവല്ലയിലുള്ളത്. അപ്പോൾ ബീനയുടെ വീട് മണിമലയാന്ന് പറഞ്ഞു. മണിമലയിൽ നിന്ന് ഞങ്ങൾ ബീഫൊക്കെ മേടിക്കാൻ അവിടെ വരാറുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ മണിമല വഴിയൊക്കെയാണ് പോകുന്നത്. തൊടുപുഴയ്ക്ക് പോകുമ്പം മണിമല വഴി പോകാറുണ്ട്. അങ്ങനെ അതുവഴിയൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യാറുണ്ട്. പക്ഷേ ബീന തിരുവല്ലയിലാണ് താമസിക്കുന്നത്. അപ്പം നമ്മളൊക്കെ ഒരു നാട്ടുകാരായിട്ടൊക്കെ പെടും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥലമൊക്കെ അറിയുന്നവരല്ലേ, അടുത്തുള്ളവരൊക്കെ അല്ലേ. പിന്നെ നമ്മുടെ ആരായിരുന്നു, ഞാൻ നിന്നോട് വല്ലതും ചോദിച്ചോ? വേറെ കാണിയിട്ട് അവനോട് തന്നെ കളിയാക്കുക, കോപ്പി അടിക്കുന്നതല്ല ഞാൻ കൈവെള്ളം എഴുതി വെച്ച് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നും പറഞ്ഞിട്ട് തല്ലു മേടിക്കുന്നു ഇങ്ങനെ എങ്ങനെ കാണിച്ചാൽ. അപ്പം അതൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞപ്പോഴെല്ലാം തെറ്റിപ്പോയതാണ് കേട്ടോ. പിന്നെ എനിക്ക് വീണ്ടും രഞ്ജിനിയുടെ കാര്യം പറയാം. എല്ലാം ശരിയാകും കേട്ടോ, വിഷമിക്കൊന്നും വേണ്ടെന്നേ. കുറേ കഴിയുമ്പോൾ എല്ലാം ശരിയാകും. അപ്പം സന്തോഷമായിട്ട് ജീവിക്കുമല്ലേ, അതുപോലെ. പിന്നെ അച്ഛനും അമ്മയൊക്കെ കുറേ കഴിയുമ്പോൾ ആദ്യം അവർക്കൊക്കെ ഒത്തിരി വിഷമങ്ങൾ വരും. അത് നമ്മളിപ്പോൾ ഒരു അപ്പനും അമ്മയൊക്കെ ആകുമ്പോഴേ നമുക്ക് അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാവുള്ളൂ. കാര്യം ഞാനിങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാൽ എൻ്റെ അമ്മ അന്ന് ഒത്തിരി വിഷമിക്കുകയൊക്കെ ചെയ്തിട്ടോ, മറ്റുള്ളവരുടെ മുന്നിൽ അമ്മ എങ്ങനെ നിൽക്കും, എങ്ങനെ പറയും എന്നൊക്കെ ഓർത്ത്. അന്ന് എൻ്റെ അമ്മ വിഷമിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചു, ഈ അമ്മ എന്നാത്തിന് ഇങ്ങനെ ഇടന്ന് വിഷമിക്കുന്നത്, എനിക്കിഷ്ടമുള്ള ആളെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. പക്ഷേ ഇന്ന് അച്ഛനും അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമ്പോഴാണ് അതിലെത്രമാത്രം ആഴത്തിൽ നമ്മുടെ വിഷമം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നത്. ഇപ്പം നമുക്ക് മനസ്സിലാകുകയില്ല. പിന്നെയെന്ന് വെച്ചാൽ അച്ഛനെയാണേലും നല്ലൊരു ബന്ധമാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും എതിര് പറയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലതായിരിക്കണം, മോശപ്പെട്ടത് വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചാലൊന്നും ഞങ്ങളും അംഗീകരിച്ച് കൊടുക്കുകയില്ല. അത് വേറെ കാര്യം. ഇപ്പോൾ എല്ലാവർക്കും അവരവരുടെ കുഞ്ഞുങ്ങൾ, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കൊക്കെ അവരവരുടെ കുഞ്ഞുങ്ങൾ സ്വന്തം എന്നും പറഞ്ഞ് വിഷമിക്കാനല്ല കേട്ടോ. അവരൊരു ദിവസം നമ്മളെ സ്വീകരിക്കുന്ന ദിവസം വരും, ഇഷ്ടപ്പെടുന്നത്. ഞങ്ങൾക്ക് ആരും ഇല്ലായിരുന്നു അന്ന് സപ്പോർട്ട്, ബന്ധുക്കാരും ഇല്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു. ഒരു കല്യാണം വീടുകളിൽ വെച്ച് എന്നെ വിളിക്കത്തില്ലായിരുന്നു. ഞാൻ ഹിന്ദുവിനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ അവൾ പൊട്ട് തൊടുന്നു, ചന്ദനം തൊടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ബന്ധുക്കാർ തന്നെ എന്നെ പല പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. ചിലയിടത്തൊക്കെ എനിക്ക് കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ അന്നേരം എല്ലാം ഞാൻ അന്ന് ഞങ്ങൾക്ക് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടും കൂടായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ വീട്ടിൽ നല്ല സാമ്പത്തികം ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ കയ്യിൽ വലിയ സാമ്പത്തികം ഇല്ലായിരുന്നു. ഞങ്ങൾ തന്നെ ഒരു ജീവിതമായിരുന്നു തുടങ്ങി. അന്നേരം കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ മാറി വീട് അച്ഛൻ വെച്ച് തന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു വീട് വെച്ചാൽ മാത്രമല്ല ബാക്കി കാര്യങ്ങളൊക്കെ പോകണ്ടേ. അച്ഛന് ചേട്ടൻ ഈ വണ്ടിയെ പോകുന്ന ശമ്പളം മാത്രമുള്ളായിരുന്നു. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് അച്ഛന് മുന്നോട്ട് കുഞ്ഞിനെ ഗർഭിണിയായ സമയത്ത് ഛർദ്ദിലും ഒക്കെ ഇന്ന് ഹോസ്പിറ്റലിൽ കയറ്റും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണെന്നുള്ളത് ഒരുപ്പെട്ടവർക്കൊക്കെ തോന്നുന്നു. അപ്പോൾ ഞങ്ങളെ ആരും അതിന് മുമ്പേ ആരും വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞോടി എന്നെ എല്ലാവരും ഒഴിവാക്കിയായിരുന്നു. ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല, കാര്യം എല്ലാവർക്കൊക്കെ ഫീലാകും. എല്ലാം നമ്മുടെ സ്വന്തക്കാരൊക്കെ തന്നെയാണ്. അപ്പം എന്നെ ദ്രോഹിച്ചിട്ടില്ലെങ്കിലും അവഗണിക്കാത്തവരും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ, അവഗണിക്കാത്തവരുണ്ട്. പിന്നെ എൻ്റെ ഇളയ അമ്മാച്ചനായിരുന്നു അന്ന് ഇന്നെല്ലാം പോട്ടമോനെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അപ്പം എന്നാണേലും മറ്റുള്ളവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണമെന്നൊരു വാശിയുണ്ടായിരുന്നു. എന്നാലും ഇങ്ങനൊരു ജീവിതത്തിലേക്ക് വന്നു, ഇനി അത് പുറകോട്ട് പോകത്തില്ല, മുന്നോട്ട് തന്നെ പോകണം എന്നുള്ളൊരു വാശി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നിപ്പം ഞങ്ങളെ എല്ലാവരും വരുന്നില്ലേ, എപ്പോഴാണ് വരുന്നത് എന്ന് വരെ ചോദിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ പഴയതെല്ലാം ഞങ്ങളങ്ങ് മറന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വഭാവം അങ്ങനെയാണ്. അന്നേരം ഞങ്ങൾ ആരെന്ത് ചോദിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളതങ്ങ് മറക്കും. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരേ നാളമൊക്കെ ആയതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വഭാവം ഒരിതായത്. അപ്പം ബീന അതുകൊണ്ട് രഞ്ജിനി അതുകൊണ്ട് വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. എല്ലാവരും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുന്നൊരു ദിവസം വരും കേട്ടോ. അപ്പം എൻ്റെ കാലിൻ്റെ വേദനയൊക്കെ കുറവുണ്ട് കേട്ടോ. കുറവുണ്ടെന്ന് പറഞ്ഞാൽ വലിയ കുറവ് അങ്ങോട്ട് പറയാനായിട്ടില്ല, ഒരുവിധമൊക്കെ. അച്ഛൻ കണ്ണനൊക്കെ തൽക്കാലമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുവന്നു. നമ്മുടെ ഓരോ ദിവസവും വീഡിയോ എത്രമാത്രം കാണും, വീഡിയോ ഇടാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഇന്നലത്തെ വീഡിയോയ്ക്ക് എല്ലാവരും ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കേണ്ട, ജയ ചേച്ചിയെക്കാണെങ്കിലും എല്ലാവരും, അതുപോലെ ഗീത ചേച്ചി ആണേലും എല്ലാവരും, ബീന, രഞ്ജിനി, പിന്നെ നമ്മുടെ ശ്രീലത, എല്ലാവരും ആലോചിച്ചല്ലേ. അത് ശരിയല്ലേ, നമ്മൾ ആരെങ്കിലും ഇങ്ങനെ പേരെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ എന്നതിലൊക്കെ ഒരു ചെറിയ തെറ്റ് വന്നാൽ പോരെ. അങ്ങനെയല്ല ഒത്തിരി പേരുണ്ട് കേട്ടോ, എല്ലാവരും അതെ. അതുപോലെ ജയ ചേച്ചി, നമ്മുടെ ഒത്തിരി പേര്, നമ്മുടെ കുട്ടനാടൻ
അതിലെ പുള്ളിക്കാരി, അങ്ങനെ ഒത്തിരി പേര്, സ്വപ്നലോകത്തിലെ സ്വപ്ന രമേശ്, അപ്പോൾ അങ്ങനെ കുറേ പേര് എന്നെ ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞു എല്ലാം മാറും ശരിയാകും എന്നെല്ലാം പറഞ്ഞു. എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിട്ട് ചിലപ്പം എനിക്കൊന്ന് ഷീബ പറഞ്ഞല്ലോ, ഞാൻ ഓടി നടന്ന് ജോലി ചെയ്തതിൻ്റെയൊക്കെ ആയിരിക്കാം എനിക്ക് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ ദൈവം എന്നെ ഇരുത്തിയേക്കുന്നതായിരിക്കും. ശരിയാട്ടോ, എനിക്ക് ഈ അടങ്ങിയിരിക്കുന്ന എനിക്ക് എൻ്റെതിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ ചേട്ടൻ പറയുമായിരുന്നു, നീ ഇറങ്ങുന്നില്ല മുറ്റത്തോട്ട്, ആ ഗ്രോ ബാഗ് എല്ലാം നമുക്ക് എടുത്ത് ഇപ്പുറത്ത് കൊണ്ട് വെക്കാം, ഇപ്പുറത്ത് കൊണ്ട് അപ്പുറത്ത് വെക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ എൻ്റെതിലൊക്കെ എനിക്ക് വെള്ളം ഇറങ്ങുമ്പോൾ എൻ്റെതിലൊക്കെ തോന്നും, അതെല്ലാം നടന്ന് ചെയ്യും. പക്ഷേ എല്ലാം പച്ചക്കറിയൊക്കെ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുക തന്നെ. എന്നിട്ട് നിങ്ങൾ തന്നെ കണ്ടില്ല എന്തോരം ചീര പറിച്ചു. ചുമ്മാ പെരക്കകത്ത് കയറി ഫാനിൻ്റെ ചോട്ടി ഇരുന്നാൽ ഇതൊന്നും നമുക്ക് കിട്ടുകയില്ല, കടയിൽ നിന്ന് മേടിക്കലേ നടക്കുകയുള്ളൂ. ഇച്ചിരി കഷ്ടപ്പെട്ടാലേ നമുക്ക് ഇച്ചിരി വല്ലതും കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കെട്ടിയോൻ തന്നെ പോയി കഷ്ടപ്പെട്ടുകൊണ്ട് വന്ന് ചുമ്മാ വീട്ടിൽ നിന്ന് തിന്നുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീണ്ടും പരിസരത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത്, ഒരു പച്ചക്കറി ആണെങ്കിലും ഒരു പച്ചമുളകാണെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങൾക്ക് അത് പറ്റത്തില്ല. കാര്യം അതുങ്ങൾക്ക് ജോലിക്കും പോകണം, വീട്ടിലെ ജോലിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും അവർക്കത് ബുദ്ധിമുട്ട്. പിന്നെ അവർക്കൊരു വരുമാനമുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. ഒരു പണിയില്ലാതെ നല്ല വീട്ടിൽ ഇഷ്ടം പോലെ ജോലിയാണ് വീട്ടമ്മമാർക്ക്. എന്നാൽ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നമുക്കിതൊക്കെ ചെയ്തൊക്കെ അങ്ങ് പോകാം. എന്നാലും എൻ്റെ കാലിലൊക്കെ കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഇറങ്ങും കേട്ടോ. അതെല്ലാം ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും ഞാനും വീണ്ടും ഒന്ന് ഇറങ്ങും. അല്ലാതെ ഇത് പറ്റിയെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ച് മാറിയൊന്നും ഇരിക്കുകയല്ല കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെയായിരുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. അപ്പം മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അത് ചെയ്തേക്കണമെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഓർക്കും ഞാൻ ഭയങ്കര അധികാരം പറയായിരിക്കും. അധികാരം കേട്ടോ, ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും, കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കാണാം. കാര്യം വീഡിയോ ഒക്കെ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒക്കുവാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ.